വിഷൻ ന്യൂസ് ആലപ്പുഴ. കോഴിക്കോട് ഷോക്കേറ്റ് ചികിത്സയിലായിരുന്ന 12 വയസ്സുകാരൻ മരിച്ചു. മാണിയമ്പലം പള്ളി ക്വാർട്ടേഴ്സിൽ താമസക്കാരനായ ടി മുബാസിന്റെ മകൻ മാലിക് റിസ്വാനാണ് മരിച്ചത്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി റിയാസ് KMR ചേരുന്നു. കോഴിക്കോട് ഷോക്കേറ്റ് ചികിത്സയിലായിരുന്ന 12 വയസ്സുകാരനാണ് മരിച്ചത്. എപ്പോഴായിരുന്നു സംഭവം? വിശദാംശങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് ഈ റിസ്വാൻ, അതായത് മാലിക് റിസ്വാന് ഷോക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വെള്ളിയാഴ്ചയായിരുന്നു ഈ കുട്ടിക്ക് ഗുരുതരമായ രീതിയിൽ KSEBയുടെ ഹൈ ടെൻഷൻ ടവർ ലൈനിൽ നിന്നും ഷോക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഗുരുതര പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ കുറ്റിക്കാട്ടൂരിൽ മുഹമ്മദ് റിജാസ് എന്ന് പറയുന്ന യുവാവ് KSEBയുടെ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ സംഭവത്തിൽ ഇന്ന് KSEB ഓഫീസിന് മുൻപിലേക്ക് മാർച്ച് നടത്തുന്ന അതേ സമയത്ത് തന്നെയാണ് ഈ കുട്ടിയുടെയും സമാനമായ രീതിയിൽ അപകടത്തിൽ പരിക്കേറ്റ ഈ കുട്ടിയുടെ മരണം സംഭവിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ കുട്ടിയുടെ മരണം സംഭവിച്ചത്. അതായത് ഇവർ താമസിക്കുന്ന കുറ്റിക്കാട്ടൂരിലെ ക്വാർട്ടേഴ്സ്, മാണിയമ്പലം പള്ളി ക്വാർട്ടേഴ്സിനാണ് ഈ മാലിക് റിസ്വാന്റെ കുടുംബം താമസിക്കുന്നത്. ടി മുബാസ് റോസിന ദമ്പതികളുടെ മകനാണ് ഈ മാലിക് റിസ്വാൻ. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കുട്ടിക്ക് ഗുരുതരമായ പൊള്ളലേറ്റ് മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. ഒപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി ബഹളം വെച്ചപ്പോഴാണ് താഴെയുള്ളവർ അപകട വിവരം അറിഞ്ഞത്. ഒരു ചെറിയ തിരുത്തുള്ളത്, മാലിക് റംസാൻ എന്നാണ് കുട്ടിയുടെ പേര്. കുട്ടിയുടെ റിസ്വാൻ എന്നുള്ളത് സഹോദരനാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. നേരത്തെ അറിയിപ്പിൽ വന്ന ഒരു പിശകാണ്, ആശുപത്രി അധികൃതർ നൽകിയ അറിയിപ്പിൽ വന്ന ഒരു പിശകാണ്. മാലിക് റംസാൻ എന്നാണ് കുട്ടിയുടെ പേരെന്ന് അറിയിച്ചിട്ടുണ്ട്. ടെറസിന്റെ മുകൾ ഭാഗത്ത് തൊട്ടടുത്തുകൂടെ കടന്നു പോകുന്ന ലൈനിലേക്ക് 2 മീറ്റർ മാത്രം അകലെയാണ് ഇവിടെ ഉള്ളത്. അവിടെയാണ് ഈ കുട്ടികൾ കഴിഞ്ഞ വെള്ളിയാഴ്ച കളിച്ചുകൊണ്ടിരുന്നതും. അതിനിടെയാണ് ഈ മാലിക് റംസാന് വൈദ്യുതാഘാതം ഏൽക്കുന്നതും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതും മാലിക് റംസാൻ ഇന്ന് പകൽ മരണം സംഭവിക്കുന്നതും. വ്യക്തമാണ്. കോഴിക്കോട് നിന്നും വീണ്ടും ഷോക്കേറ്റ് മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. റംസാനാണ്, 12 വയസ്സുകാരനായ മാലിക് റംസാനാണ് മരിച്ചത്. ഇടുക്കി മൂന്നാറിൽ വീണ്ടും കടുവയുടെ